5 മിനിറ്റിനുള്ളിൽ ഈ ലോകം അവസാനിക്കുമെന്ന് ഉറപ്പായ ഒരു വാർത്ത കിട്ടുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി എങ്ങോട്ടും പോകാനില്ല, ഇരിക്കുന്നിടത്തു നിന്ന് പോകാൻ കഴിയുകയുമില്ല. അങ്ങനെ പോയി ആരെയെങ്കിലും കാണാനും കഴിയില്ല, ഒന്നും ചെയ്യാനുമില്ല. അപ്പോൾ നിങ്ങൾ അവസാനമായി എന്ത് ചെയ്യും? എർമ ബോംബെക്ക് എന്ന പ്രഭാഷക ഒരിക്കൽ സദസ്സിലിരിക്കുന്ന കോളേജ് കുട്ടികളോട് ചോദിച്ചതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. കോളേജ് കുട്ടികൾ നിശബ്ദരായി. പിന്നെ നിശ്ചയമില്ലാതെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. അപ്പോൾ എർമ തുടർന്നു, അന്നേരം നിങ്ങൾ ആദ്യം ചെയ്യുക എങ്ങോട്ടും ഓടുകയല്ല, മറിച്ച് ആ 5 മിനിറ്റ് ആദ്യമായി നിങ്ങൾ ജീവിതത്തിലേക്കിരിക്കും. ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെയെങ്കിലും വിളിക്കും. നിങ്ങൾ അവരെ എത്രയോ സ്നേഹിച്ചിരുന്നുവെന്ന് പറ്റാവുന്നതുപോലെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞ് ഫലിപ്പിക്കും. അവരുടെ ശബ്ദം കേട്ട് ലോകം അവസാനിക്കുന്നത് ഭാഗ്യമാണ് എന്നാകും ഒരുപക്ഷെ നിങ്ങളുടെ അവസാന വാക്കുകൾ. ജീവിതത്തിൽ ഒരിക്കലും അവർ അത്രയും ഗാഢമായി നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് വിചാരിക്കുന്നവർ മാത്രം കൈയടിക്കുക. പിന്നെ സദസ്സിൽ നിർത്താതെ കയ്യടിയായിരുന്നു. ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എർമ തുടർന്നു, ആ 5 മിനിറ്റിൽ നിങ്ങൾ വിളിക്കുന്ന ആളെ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഒന്നുകിൽ അയാൾ നിങ്ങളെ വിളിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇതേ കാര്യം പറയാൻ അയാൾ മറ്റൊരാളെ വിളിക്കുകയായിരിക്കും. എർമ തമാശയോടെ പറഞ്ഞപ്പോൾ സദസ്സൊട്ടാകെ പൊട്ടിച്ചിരി ഉയർന്നു. അങ്ങനെയെങ്കിൽ ആ അവസാന 5 മിനിറ്റിനു വേണ്ടി എന്തിന് കാത്തിരിക്കണം? ഒന്ന് നിർത്തിയ ശേഷം എർമ തുടർന്നു, സ്നേഹമുണ്ടാകുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് പ്രകടിപ്പിക്കുക എന്നത്. അത്രയുമേ ഇന്ന് നിങ്ങളോടെനിക്ക് പങ്കുവെക്കാനുള്ളൂ. ഈ സദസ്സിലെ ഒരാൾ അയാൾ ഇഷ്ടപ്പെടുന്ന ആളോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഇന്ന് ശ്രമിക്കുമെങ്കിൽ എൻ്റെ ഈ പ്രഭാഷണം വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എർമ പറഞ്ഞത് നമ്മൾ മനസ്സിൽ കുറിച്ചു വയ്ക്കേണ്ടതാണ്. സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് സ്നേഹിക്കുക, സ്നേഹം മനസ്സിൽ കൊണ്ടു നടക്കുക എന്നീ വികാരങ്ങൾ പോലെ തന്നെ പ്രധാനമായ ഒന്നാണ്.